ചില ബഹളങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ബഹളക്കാരോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? പതിവില്ലേ? കുട്ടികൾ കലഹിച്ചു, കുട്ടികൾ അച്ഛനടുത്തേക്ക് വരികയാണ്, ആ കുട്ടി ഇങ്ങനെ ചെയ്തു, ഈ കുട്ടി ഇങ്ങനെ ചെയ്തു, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഇത് ചോദിക്കാറുണ്ട്. പല ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മനസ്സിൽ ഈ ചോദ്യം ഉയരും. നാം ഓരോരോ പ്രശ്നം പറയുമ്പോൾ ബാക്കിയുള്ളവർ മുഖത്ത് നോക്കി പറയില്ല, അവരുടെ അകത്തുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അല്ല, എനിക്കിപ്പം മറ്റവനോടൊന്ന് പ്രതികാരം ചെയ്യണം. ഇനി പ്രതികാരമുള്ള വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതിന് തിരിച്ച് 4 എണ്ണം പറയണം. ഇത് നമ്മൾ പറയാറുണ്ട്. എന്നാൽ എന്തൊക്കെ നമുക്ക് ആവശ്യം? ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം എന്താണ്? 3 കാര്യമാണ് ആവശ്യം. ശാന്തി, സ്നേഹം, സമാധാനം. ഇതൊന്നും കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനില്ല, പഠിപ്പിക്കൂല. മാനസിക രോഗം വന്നവർക്കും ഇതിനെപ്പറ്റിയുള്ള ഒരു ക്ലാസ് ഒന്നും ഇപ്പോൾ സാധാരണഗതിയിൽ കിട്ടാറില്ല. ഇത് സംസാരിക്കുന്ന എനിക്കിപ്പോൾ ആവശ്യം ശാന്തി, സ്നേഹം, സമാധാനം. അല്ല, എങ്ങനെയെങ്കിലും ഇന്നത് ശരിയാവണം, ഇത്ര റുപ്യ കൂടി കിട്ടണം, ഇപ്പത്ര കോടിയുണ്ട്, അത് ഇരട്ടിയാക്കി മാറണം. എന്നിട്ട് എന്താണ് സംഭവിക്കുക? ശാന്തി, സ്നേഹം, സമാധാനം. ഇത് 3 കിട്ടാനാണ് എല്ലാവരും എല്ലാം ചെയ്യണം. മഹാഭാരത യുദ്ധം ഉണ്ടായത് എന്തിനായിരുന്നു? ആ യുദ്ധം നടന്നാലേ ശാന്തി കിട്ടുള്ളൂ എന്നുള്ളതാ. യുദ്ധങ്ങൾ മുഴുവൻ ശാന്തി കിട്ടാനാണ്. എന്നിങ്ങനെ യുദ്ധം ചെയ്യലുണ്ടോ? ഇതിനൊരു അറുതി വേണ്ടത്. എല്ലാ യുദ്ധങ്ങളും ശാന്തി കിട്ടാനാണ്. എല്ലാവരും സ്നേഹം കിട്ടാനാണ് ഓടി കിടക്കുന്നത്. വീട്ടിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകണമെന്തിനാ? എനിക്ക് കുറച്ച് സ്നേഹം കിട്ടണം. ഈ വരി എല്ലാവരും പറഞ്ഞില്ലെങ്കിലും 3ാമത്തെ വിഭാഗത്തിന് ഇല്ലാത്ത സമാധാനമാണ്. കേരളീയർ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വ്യക്തി അത്യുന്നത സ്ഥാനത്താണ്. ഏത് പത്രം കൊടുത്താലും അദ്ദേഹത്തെ വിമർശിച്ചും കൊണ്ടുള്ളത് ആണ് കാര്യം. 76-ലാണ്, അപ്പം അത്രയും കൊല്ലം മുമ്പാണ്. ഇത്രയും പേര് ഡിസ്കസ് ചെയ്ത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അന്നും പോസ്റ്റർ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്, പത്രങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പി എ എപ്പോഴും പഠിച്ചു ചെല്ലും. പി എ IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ IAS ഉദ്യോഗസ്ഥൻ അന്ന് വലിയ സ്ഥാനത്താണ്, കാരണം ഇത്രയും വലിയ ആളുടെ പി ആണ്. അങ്ങനെ ഇരിക്കെ 2 പേര്, ഞാനും കെ സുരേന്ദ്രൻ എന്നുള്ള എഴുത്തുകാരനായിട്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? ഇന്ന ആളുടെ വീട്ടിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? പറഞ്ഞു, എനിക്കൊന്ന് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു. ആ വരി ഞാൻ വിസ്മരിച്ചിട്ടില്ല. എല്ലാവരും അസൂയയോട് കൂടി നോക്കുന്ന ആളാണ്, അത്ര ഉന്നത സ്ഥാനത്താണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത്
സമാധാനമാണ്. ഈ 3 പദത്തിൻ്റെയും അർത്ഥവ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കണം. ശാന്തി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശാന്തി ശാന്തി ശാന്തി. എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, GN പിള്ള. തന്ത്രശാസ്ത്രത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകെ നടന്നിട്ട് അനവധി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലത് എനിക്ക് പറഞ്ഞു തരാതെ വർഷങ്ങൾ നീട്ടി പിന്നെ പറഞ്ഞു തരാമെന്ന്. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് മാത്രമേ ചിലത് എനിക്ക് പറഞ്ഞു തന്നുള്ളൂ. അന്ന് 28 കൊല്ലമായി PR എന്നോട് ചോദിക്കുകയാണല്ലേ, അതൊക്കെ ഓർക്കണ്ട അദ്ദേഹം ഇരിക്കേ എന്നുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഓരോ വാക്ക് കഴിഞ്ഞാലും ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിൽ ശാന്തി ഉണ്ടാവണം, വാക്കിൽ ശാന്തി ഉണ്ടാവണം, ലോകത്ത് എല്ലാവർക്കും ശാന്തി ഉണ്ടാകണം. ശരീരത്തിന് ശാന്തി കിട്ടണം, മനസ്സിന് ശാന്തി കിട്ടണം, ബുദ്ധിക്ക് ശാന്തി കിട്ടണം. നമ്മുടെ ചുറ്റുവട്ടം മുഴുവൻ അസ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ശാന്തി കിട്ടും. ചുറ്റുമുള്ള എല്ലാ വീട്ടിലും ദാരിദ്ര്യമാണ്, ശാന്തി കിട്ടും. വലിയ അർത്ഥത്തിൽ കിട്ടില്ല, ശാന്തിയോടെ ജീവിക്കുന്നവരുമുണ്ട്. വൻ നഗരങ്ങളിലെ സ്റ്റാർ ഹോട്ടലിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ തനി കൂര പെരകള്, ഓലപ്പെരകള്, അവിടെ അശാന്തിയോട് കൂടിയിട്ട് ജീവിക്കുന്ന ആയിരങ്ങളുണ്ട്. ഇതൊന്നും ഈ മുകളിൽ താമസിക്കുന്നവർ അറിയാറില്ല. അവർക്ക് ശാന്തി കിട്ടുന്നുണ്ടാവില്ല, അതല്ല സാധാരണഗതിയിൽ കിട്ടില്ല. തർക്കിക്കാനായിട്ട് അവർക്ക് ഇപ്പം എന്താ കുഴപ്പം? നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, തൂത്തി കളയാൻ. തൊട്ട വീട്ടിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല, നമുക്ക് ശാന്തി കിട്ടില്ല. ഈ ശാന്തി, സ്വസ്ഥത, സമാധാനം, അത് കിട്ടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. ശാന്തി കിട്ടണം. എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും സമാധാനം വേണം. ഇതിൻ്റെ ഒരു മറുവശം എല്ലാവർക്കും വേണ്ട ഇതാണല്ലോ. അതെ, പക്ഷെ നമ്മൾ കണ്ടുമുട്ടുന്നവരൊന്നും നമുക്ക് ശാന്തി തരില്ല. കണ്ടുമുട്ടുന്നവൻ നമുക്ക് ശാന്തി തരുമോ? കൂട്ടിൽ കിടക്കുകയാണ് തത്തമ്മ. ആ കൂട്ടിൽ കിടക്കുന്ന തത്തമ്മ നീലാകാശത്തേക്ക് നോക്കുക, നിവർത്തിയില്ല. ആ കൂട്ടിൽ കിടക്കുമ്പോൾ അത് ഏറ്റവും പേടിക്കുന്ന എന്തിനെ അറിയോ? പൂച്ചകൾ വന്നിട്ട് അതിനായിട്ട് കൊന്ന് അവിടെ വിടും. ബന്ധനസ്ഥനായിട്ട് കിടക്കുക, എന്നിട്ട് പൂച്ചകളുടെ പല്ലുകൊണ്ട് കൊത്തി മുറുക്കുക. ഈ സമയത്ത് നമ്മൾ എന്ത് ചൊല്ലി അറിയോ? അതിലട്ടി എന്നിട്ട് തത്തമ്മയെ പൂച്ച പൂച്ച. തത്തമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. വേറെ എന്ത് പറഞ്ഞാൽ തത്തമ്മയെ ജില്ലാ കലക്ടർ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, തത്തമ്മയെ മന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതിനിഷ്ടമില്ലാത്ത പൂച്ച മാത്രം. പലവരും നമ്മൾ ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം വേറൊരാളുടെ ദുഃഖം ദുരിതം.
മകൻ പരീക്ഷയെ തോറ്റൂല്ലേ, അയൽവാസിക്കൊരു സന്തോഷം മകൻ്റെ കാര്യം. സൂക്കട് എങ്ങനെയുണ്ട്? അയ്യോ 3 ഓപ്പറേഷൻ കഴിഞ്ഞു, 4ാമത്തെ വേണമെന്നാ പറഞ്ഞത്. എത്ര റുപ്യയായി ഇപ്പോൾ ഇത്ര ലക്ഷം റുപ്യയായി. ഇവര് ശാന്തിയും കൊണ്ടല്ല വരുന്നത്. ജീവിതത്തിൽ നമുക്ക് ശാന്തി തരാൻ ഒരാളും അങ്ങോട്ട് വരില്ല. ഗുളികപ്പം കഴിക്കുന്നില്ലേ, ഗുളിക കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല, എന്നാലും കഴിച്ചു നോക്കും. ഇതേപോലെ നമുക്ക് സന്തോഷം തരാൻ വേണ്ടി ആര് വരണം? എക്സ് എന്ന വ്യക്തി ഒരിടത്ത് കിടക്കുകയാണ്, അയാൾ കുറച്ച് സന്തോഷം കൊടുത്തലാച്ചിട്ട് ആരാ പോണത്? സന്തോഷം കൊടുക്കാൻ ആരും പോണില്ല. ചിലർ പറയും മക്കളോട് ഇന്നെ ആരും കാണാൻ വേണ്ടാന്ന്. ആശുപത്രി കിടക്കുകയായിരിക്കും. ആശുപത്രി കിടക്കുന്നവർ വിസിറ്റേഴ്സ് ഉണ്ടാവുമെന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഈ വരുന്നവരോട് ഇങ്ങനെ വിവരിക്കണം, ഇവിടെ വേദനയാണ്, കാലിന് വേദനയാണ്. അവർ സന്തോഷം തരാനായിട്ട് വന്നതല്ല. സമാധാനവും നമുക്ക് തരുമോ? സമാധാനം എന്ന് പറഞ്ഞാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, സമമായ ബുദ്ധിയാണ് സമാധാനം. അപ്പോൾ ഒരു ചോദ്യം ക്ലൈമാക്സിൽ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രഭാഷണം തുടങ്ങിയത്. ഒരാൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഈ 3ഉം നാട്ടുകാർ കൊണ്ടുവന്ന് തരില്ല, നാം മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലാതെ വേറെ മാർഗമില്ല. വേറൊരാൾക്ക് ശാന്തി കൊടുക്കുക, വേറൊരാൾക്ക് സന്തോഷം കൊടുക്കുക, മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കുക എന്നല്ലാതെ ഒരു മാർഗവും ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല എന്ന കാര്യം ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.